അയ്യോ ഇത് കൊച്ചിന് വാങ്ങാനാ വന്നത്, അല്ലാതെ അച്ഛന് വാങ്ങാനുണ്ട്. ഇനി കൊച്ചിന്, ഇനി ആൺകൊച്ചാണെങ്കിൽ കൊച്ചിന് വാങ്ങാൻ വരുമ്പോ ഇനി അച്ഛനെ പിടിച്ചോണ്ട് ഓടേണ്ടി വരും. ഉണ്ണിക്കൈകൾ വളരെ വളരെ ചെറുതാ. എങ്ങനെ പോ കുറച്ചാൾ കഴിയുമ്പോ എങ്ങനെ പോ ആശുപത്രിയിലൊക്കെ അളിയന്മാരൊക്കെ കാണും. ആ ചെറുക്കനാണെങ്കിൽ നമുക്ക് ഇത് വാങ്ങാം. പിന്നെ ജനിച്ച കൊച്ചി ഇത് വെച്ച് തന്നെ കളിക്കണം. പെങ്കൊച്ചാണെങ്കിൽ ബാർബി. ഇനി എനിക്കും കൂടെ കളിക്കാറുണ്ട് പെങ്കൊച്ചാണെങ്കിൽ. ഓ നമ്മള് യൂസ് ചെയ്യുന്ന PS 25 രൂപ, കൊച്ചു പിള്ളേർക്ക് യൂസ് ചെയ്യുന്ന 238 രൂപ. കൊച്ചിനെ എങ്ങനെ അടിക്കണം ഞാൻ കാണല്ലേ ഇങ്ങനെ പറഞ്ഞു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആം സൂപ്പർ ഹീറോ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേയ്ക്ക് 9 മാസം തികഞ്ഞിരിക്കുകയാണ്. അതെ. അപ്പൊ ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഡെലിവറി നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാരും പറയുന്നത് പറഞ്ഞ ഡേറ്റിൽ ഇതുവരെ ആരും പ്രസവിച്ചിട്ടില്ല. ചിലവർക്ക് ദിവസം പറഞ്ഞ ഡേറ്റിൽ നിന്നും കൂടിപ്പോയിട്ടുണ്ട്. നമ്മൾ കൂടിപ്പോയിട്ടുണ്ട്. പരിചയമുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ ഡേറ്റിൽ നിന്നും നേരത്തെയാണ് പ്രസവിച്ചിരിക്കുന്നത്. അപ്പൊ മിക്ക ആൾക്കാരും പറഞ്ഞേക്കുന്നത് 9 മാസം കഴിഞ്ഞാൽ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ആര് വന്നിരിക്കുകയാണ്. വെൽക്കം, കമോൺ. കുട്ടിയുടെ മേമയാണ് വന്നിരിക്കുന്നത്. മേന്മ വരൂ. ആ മേമ, ഇവളാണ് കുട്ടിയുടെ മേമ. മേമന്നല്ലേ? മേമ. കുഞ്ഞാന്നാണോ? അതോ ഇനി കുഞ്ഞാന്ന് വിളിക്കുന്നത് ഇഷ്ടമാണോ? അതോ കുഞ്ഞമ്മയ്ക്കെന്ന് പറയുന്നത് ക്രിഞ്ചല്ലേ? ക്രിഞ്ചല്ലേ? ഞാൻ അത് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കുഞ്ഞമ്മ എന്ന് വിളിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ മേഘ അൺഎക്സ്പെക്ടഡ് ചിലപ്പോ നമുക്ക് എല്ലാവർക്കും സർപ്രൈസ് തന്നുകൊണ്ട് പ്രസവിക്കുന്നതായിരിക്കും അല്ലേ? എനിക്കതൊരു സർപ്രൈസ് ആയിരിക്കും. പക്ഷെ കിംസില് ബർത്തിങ് സ്യൂട്ട് ഉള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞ അറിയായിരുന്നെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോകത്തുണ്ടായിരുന്നു. കാണാൻ ഒരു എക്സ്പീരിയൻസ്. കാരണം അവൾ ഇത്ര വേദന സഹിക്കുമ്പോഴത്തേക്കും കൂടെ ഒരു സപ്പോർട്ടിന് ഞാൻ ഉണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമായിരുന്നല്ലേ. പക്ഷേ കുഴപ്പമില്ല, അടുത്ത പ്രസവത്തിൽ നമ്മളിത് സെറ്റ് ആക്കുന്നതായിരിക്കും. നമ്മൾ ബർത്ത് സ്യൂട്ട് എടുക്കൂടി ഉറപ്പ്. അത് പ്രസവിക്കുമല്ലോ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കൊച്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കണം, ഹോസ്പിറ്റലിൽ പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണം, അത് ബാഗ് പാക്ക് ചെയ്യണം. അപ്പൊ ഇത് എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണ്ട. കൊച്ചിന് എന്തൊക്കെ മേടിക്കണമെന്നില്ല, അവിടെ കളിപ്പാട്ടം മേടിക്കണമെന്നുള്ള കാര്യം എനിക്കറിയാം. അല്ലാതെ വേറെ എന്തൊക്കെ മേടിക്കണമെന്ന് അറിയണ്ട. ഇതെല്ലാം നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ തുടക്കം കുറിക്കാൻ വേണ്ടി പോകണം. ഒരുപാട് വിവരമുള്ള ആളാണ് കൊണ്ടുപോകാൻ. അവള് 8 പ്രസവിച്ചുള്ള എല്ലാം നെറ്റിൽ നോക്കി എല്ലാം സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കൊച്ചിന് വേണ്ടതെന്നുള്ളതൊക്കെ. ഇനി നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. കൊച്ചു വന്നു കഴിയുമ്പോ എല്ലാരും കൂടി കൊച്ചിനെ അങ്ങ് സ്നേഹിക്കുള്ളൂ മേഘ. അപ്പൊ എന്നാരും സ്നേഹിക്കും? നിന്നെ ഇനി ആർക്കും വേണ്ട. നിങ്ങൾ എന്നെ സ്നേഹിക്കും, ഞാൻ കൊച്ചിനെ സ്നേഹിക്കാം. സത്യം ക്രിഞ്ചല്ലേ അവള്. പിന്നെ നമ്മളെ സ്നേഹിക്കണ്ടേ? കൊച്ചിനെ സ്നേഹിക്കണം, കൊച്ചു നമ്മുടെ കൊച്ചല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. താഴെ കൊച്ചിന്റെ മാമ വന്നിരിപ്പുണ്ട്, ഇവിടെ മേന്മ ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാരും കൂടി നമ്മള് മേമ. ഞാൻ പറഞ്ഞില്ല, ഇത് എനിക്ക് അറിഞ്ഞൂടെ. ഇതിലിങ്ങനെ സാധാരണ കല്യാണം വരുമ്പോൾ നമ്മൾ കല്യാണത്തിന്റെ പറ്റി എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ സെർച്ച് ചെയ്യും. ഗർഭിണിയായ ശേഷം ഞാൻ വേറെ ഒന്നും ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല. ഇതൊക്കെ എനിക്ക് പുതുതായിട്ട് ഞാൻ എല്ലാം പഠിച്ച എല്ലാ സാധനങ്ങളും മേടിക്കണം എനിക്ക് കൊച്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. മാമൻ ഇവിടെ ഇരിപ്പുണ്ട്. പനിയാണ് ഗൈസ്, എല്ലാവർക്കും പനിയാണല്ലോടാ. ഇതാ മാമൻ റൈഡറാണ്, മാമന് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഹായ് പറ ബിജോയ്. ഹായ് ഗൈസ്. ബിജോയ് ജിമ്മിലൊക്കെ പോവാട്ടോ. ഇനി വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാം ഭാവിയില്. നോക്കി ഇനിയിപ്പോ ഒരു അർണോൾഡായി വരണ വരൊക്കെ ഉണ്ട്. ജിമ്മിലെന്ന് കയറോ അതിന്റെ അടുത്ത ദിവസം തൊട്ട് പനി. കറക്റ്റ് പോകാൻ പറ്റണം ഗൈസ്. മേമ സോറി. അയ്യോ പനിയാണ്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞാണ്. ഇങ്ങനെയാണ് പിന്നെ വാന്ന് പറഞ്ഞു. എനിക്ക് നിനക്കിനി ഒരു കൊച്ചൊക്കെ ആകുമ്പോ ഈ കാര്യം പഠിക്കണ്ട ഇപ്പഴേ. കൊച്ചിനല്ലേ അപ്പഴേ ഞാൻ എന്തിനാന്നാലും ഇനി 5-6 വർഷം എടുക്കും. 5-6 വർഷം നീ അങ്ങ് തീരുമാനിച്ചത് എനിക്കില്ല. പോയിട്ട് വരാമേ. ടാറ്റാ ടോക്കിയോ. ടാറ്റാ. നീ വരുന്നാ കൊച്ചിന് സാധനം മേടിക്കാൻ? വരുന്നോടി. വാ ഇറങ്ങി താഴെ വാ ഇറങ്ങി വാ. ടോക്കി വാ വെളിയിറങ്ങ ടോക്കി. പുലിത്തോലിട്ട് മേഘ. ടോക്കിയോ വാ വെളിയിറങ്ങും. അനുസരണ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്റെ ടോക്കിയാണ്. വേണ്ട ഇറങ്ങി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്ക് പനിയായിരുന്നു ഗൈസ്. ഇവന്റെ വീട് പാലിയാച്ചതിന് ശേഷം ടാർസൻ തുമ്മൽപരമായിട്ട് കൊണ്ടു തന്നു. എനിക്ക് പനിയായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ പനിയായി. അത് ശേഷം ഞാൻ മേഘ അടുത്ത് 1000 വട്ടം പറഞ്ഞു എന്റെ അടുത്ത് ഒന്ന് കിടക്കല്ലേ മേഘ, നീ മാറിക്കിടമ. കേട്ടില്ല. അവക്ക് ഇപ്പൊ തുടങ്ങി തൊണ്ടവേദന. 2 ദിവസം മുമ്പ് ഇച്ചിരി കൂടുതലായിരുന്നു. 2 ദിവസം വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ 1000 വട്ടം പറഞ്ഞു എന്നെ ഒരു ടേക്ക് കെയറും ചേട്ടാ ഞാൻ നോക്കിക്കോളാം. എന്റെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യണ്ടായി ഞാൻ അവരെ കൂടെ ഇങ്ങനെ അടുത്ത്. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കൂടുതലാണെന്ന്. എനിക്ക് കുറഞ്ഞതും ഇവിടെ ചുമ തുടങ്ങി തൊണ്ടവേദന സന്ധി വേട്ടാന്ന്. അടുത്ത ദിവസം രാവിലെ 2 ദിവസം വീട്ടിലാക്കിയപ്പോഴത്തേക്കും
കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും വന്നപ്പോ ഇവനടുത്ത വീഡിയോ എടുക്കാൻ എനിക്ക് ഒരു തുമ്മലും ഇല്ലായിരുന്നു. എനിക്ക് ഒരു തുമ്മലും ഇല്ല. നിനക്ക് ഡെയിലി അതെ തന്നെ. പിന്നെ ഞാൻ ചെറുതായിട്ട് മഴ നനഞ്ഞില്ല. അത് പറ അതാണ് റീസൺ. മഴ നനഞ്ഞു. സാധാരണ ഇവരാണ് കൊണ്ടുവരണേ ഇവിടെ. സത്യം. ഇത് ടാർസൻ തന്നിട്ട് നമുക്ക് പോയി എറണാകുളത്ത് പോയി. അതിനുശേഷം ഞാൻ വലിച്ചു അമ്മ എനിക്ക് സൈനസിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇനി നാളെ ചെക്കപ്പ് ഉണ്ട്. നാളെ സ്കാനോ എൻഡോസ്കോപ്പി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻഡോസ്കോപ്പി ചെയ്യുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. ഇതിപ്പോഴും ആലോചിച്ചിട്ടാണ് ഞാൻ പഠിച്ചിരിക്കുകയാണ്. മൂക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം കയറ്റും. പക്ഷെ എന്തായാലും ചെയ്തേ പറ്റും. കാരണം ഇപ്പം എനിക്ക് ഒരു 3-4 ആഴ്ച കൂടുമ്പോഴത്തേക്കും ഇതേപോലെ തലയിൽ തലവേദന എടുത്ത് കഫം കെട്ടി മൂക്ക് വഴി കഫം പോവും. അങ്ങനത്തെ അവസ്ഥയാണ്. എനിക്ക് തല എടുത്ത് പൊക്കാൻ പറ്റിയില്ലായിരുന്നു ഒരു 3-4 ദിവസം. നീ എന്തായാലും നാളെ പോകണം. എന്തോടാ ഫണ്ണ് കേട്ടല്ലോ ഗൈസ്. എല്ലാരും അത് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. വലിയൊരു ഫലിതപ്രിയനാണ് അവൻ. സിനിമയിലൊക്കെ കോമഡി എഴുതാൻ അവനെ പോയിട്ടേ ഉള്ളൂ. എന്തായാലും ആവശ്യം പറ്റിയ സിനിമയിലൊക്കെ എടുത്തോട്ടെ. ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വിറ്റ്. ഹാസ്യ സാമ്രാട്ട് നീ തന്നെ. അപ്പൊ എന്തായാലും നമ്മള് പോട്ടെ ഗൈസ്. എന്തായാലും കുറച്ച് സാധനം മേടിക്കാറുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പോയിട്ട് നമുക്ക് കാണുന്നതൊക്കെ അങ്ങ് മേടിച്ചോണ്ട് പോകും. കൊച്ചിന് വേണ്ടിട്ട് എന്നാലും അല്ല. വിജയ് കളിപ്പാട്ട് എന്തെങ്കിലും? എനിക്ക് വയ്യ. എനിക്ക് ഇന്ന് പനി ആയതുകൊണ്ട് ഒരു മൂഡ് ഓഫ് ഗൈസ്. പക്ഷെ ഗേൾഫ്രണ്ടോടെ കറങ്ങാൻ പോയപ്പോ ഒരു മൂഡ് ഓഫ് ഇല്ലായിരുന്നല്ലോ. അപ്പൊ മൂഡ് ഓൺ ആയിരുന്നു. നാളെ നിനക്കാണല്ലേടി ഗൈസ്. ഇത് കൊച്ചിനുള്ള കെട്ടുടുപ്പാണ്. ഇതില് 3 എണ്ണം വരും. 1 വാങ്ങണം 2 വാങ്ങണോ? 2 മേടിക്കും. അമ്മ ഏതൊക്കെയോ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് മേടിക്കും. ഹായ്, ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലേ? ഓക്കെ, കയ്യിലിടുന്ന സംഭവം. അപ്പൊ ഇത് മേടിക്കും. നല്ല കളർ. ഓക്കെ, മേടിക്കും. മേക്കിയോട് കയ്യിലിടാനായിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ ഏത് കളർ നോക്ക് കൊള്ളാന്നുള്ള. അമ്മ നേരത്തെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കേട്ടോ. ഇതില് കൊച്ചിനിടാനുള്ള ക്യാപ്പും എന്റെ പേര് മിറ്റണോ? മിറ്റൻസ്. ഇതൊക്കെ ഞാൻ കൊച്ചുപിള്ളേർ ഇട്ട് കണ്ടിട്ടേ ഉള്ളു കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ഐ ലവ് മമ്മി. അത് കൊള്ളാല്ലേ? കുഴപ്പമില്ല. ഇപ്പോഴാകുമ്പോ കൊച്ചിന് ഐ ലവ് യു മമ്മി എന്നുള്ള നിങ്ങൾക്ക് മേടിച്ചെടുക്കാം. വലുതാകുമ്പോ അച്ഛന് ഇഷ്ടമാണെന്ന് പറയുള്ളൂ. ഇത് കൊള്ളാം. ഇത് വരണം. ഇത് കൊള്ളാല്ലേ? ഇതേ മോഡല് വരണ വേറെ. ഓ, എത്ര പ്രസവിച്ചു? അതെല്ലാം എടുത്തോ. ഇത് കൊച്ചിന് കണക്കാവുന്നു കേട്ടോ. പിന്നെ കൊച്ചിന് പിന്നെ ഓക്കെ കറക്റ്റാണ്. ഇതൊക്കെയാണ് റോംബർ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര് റോംബർ എന്നാണ് കേട്ടോ ഗൈസ്. എനിക്കറിയത്തില്ല, അറിയാന്നുള്ള ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടായിരിക്കും. അത് ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് മേടിക്കുന്നതൊക്കെ അല്ല. റോക്കറ്റ് കണക്കാവോ നോക്കട്ടെ. ആ ഓക്കെയാണ്. ഇത് ഗോവയിൽ എടുത്ത് നടക്ക്, ബീച്ചിലിടുന്ന പോലത്തെ. ഗോവ ബീച്ച് സൈഡ്. ഇതും കൊള്ളാം. ഐ ലവ് യു മമ്മിയും കൊള്ളാം. ഇത് എത്ര എണ്ണം മേടിക്കണമെന്നല്ല അറിയാമോ? അല്ല, നമുക്ക് അവസാനം അത്യാവശ്യം വേണമെങ്കിൽ പിന്നെ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ എന്തൊക്കെ എടുത്തു? ജബ്ലർ കെട്ടെടുക്കോ? എനിക്കതൊക്കെ അറിയാം കേട്ടോ. അറിഞ്ഞൂടെ? ആൺകുട്ടി അറിയോ പെൺകുട്ടി അറിയോ? ഇതേതായാലും ആണായാലും പെണ്ണായാലും ഉപയോഗിക്കാം. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പെൺകുട്ടിയാണെ കാർ ഇഷ്ടപ്പെടില്ല, ആൺകുട്ടിയാണെ കാർ ഇഷ്ടപ്പെടും. കൊച്ചിലെ കൊച്ചു കാറ് കടിക്കാനല്ലേ. എല്ലാം ഉള്ളടി. എല്ലാം ഉള്ള എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇംപ്രസ്ഡ്. തലയോടെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മേഘനെ എൻ്റെ അകത്താക്കിയിട്ട് കിടത്താം. അത് കൊള്ളാം. ബ്ലൂ, യെല്ലോ ആൻഡ് ബ്ലൂ. നിന്റെ സന്തോഷം കണ്ടത് നിനക്ക് കിടക്കാനാണെന്ന്. ഞാൻ വേറെ ആർക്കും എടുക്കണേന്ന് ഇത്ര സന്തോഷിച്ചിട്ടില്ല. അടുത്ത് ഡ്രൈ മാറ്റ് എടുത്ത് കഴിഞ്ഞു. ഇവനെവിടെ മാർക്കറ്റിംഗ് ചോട്ടാ ഭീം. എന്തോ സംഭവം? മറ്റേ പൊതിഞ്ഞ് കിടത്ത. ഓ, ഇതാണ് കേട്ടോ സാധനം. പൊതിഞ്ഞ് നീ എന്നിട്ട് അവക്കറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നല്ലേ നീ അവളുടെ എല്ലാം നെറ്റിൽ നോക്കി സെർച്ച് ചെയ്ത് പഠിച്ചു. അല്ല, എന്തായാലും ഇങ്ങനെ പൊതിഞ്ഞ് ഫുൾ ടൈം കിടത്താൻ പോലും കൊച്ചല്ലേ.
പിന്നെ എന്തിനാണ് ഇത് വാങ്ങുന്നത്? അപ്പൊ ഇത് മാത്രം മതി. ഇതുപോലത്തെ മറ്റേ സ്വാഡിൽ വാങ്ങിച്ചിട്ടില്ലേ? ഇത് കൊച്ചിനെ കിടത്തി നമുക്ക് എവിടെ വേണം എടുത്തോണ്ട് പോവാം. പണ്ടത്തെ പോലത്തെ ഷീറ്റ് അല്ലല്ലേ, നശിപ്പിച്ചു. ഷീറ്റല്ല, ഞാനിത് ആൾക്കാർ കൊണ്ടുവന്ന് കണ്ടിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. മേഘ എടുക്കാൻ കണക്കിനുള്ള അവിടെ അച്ഛൻ എടുക്കണ്ട, ഞാൻ എടുത്തോളാം, എനിക്കറിയില്ല. മേഘയാണല്ലോ ഇത് എടുത്താലോ? ഏത് വേണമെന്ന് എനിക്കിത് കൊള്ളാം. ഇതുപോലെ ഇതുണ്ടാന്ന് പറഞ്ഞു. മേമയുടെ വക എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ കൊച്ചിന്? സ്നേഹം. കൊച്ചിനിപ്പോ നമുക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ മേടിച്ചാലോ? ബ്രഷ് ഉണ്ടോ? ബ്രഷ് വേണം. ബ്രഷ് 2000 പല്ല് വന്നില്ലല്ലോ പറഞ്ഞു. ഇതിന്റെ അകത്ത് ഇങ്ങനെ എടുത്തോണ്ടോ ചേട്ടാ? നമ്മൾ സേഫ്. മറ്റത് ഒരു പണ്ട് നമ്മൾ മറ്റേ തുണിയിലായിരുന്നു തോന്നല്ലേ, ടവല് അല്ലെ, ടവൽ ഇങ്ങനെ ഏത് കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്തൊക്കെ പേരുകൾ ഓരോ സാധനത്തിന് എനിക്കറിയത്തില്ല ഇതൊക്കെ. നമുക്ക് വല്ല ചെയ്യണേ കൊച്ചിനെ പൊതിയുള്ള സാധനം അങ്ങനെയൊക്കെ പറയുള്ളൂ. ചേച്ചി ഇതിന്റെ പേരെന്താ? സ്ലീപ്പിംഗ് ബാഗ്. സ്ലീപ്പിംഗ് ബാഗ്. ഉറങ്ങുന്ന എന്നാ കേറാ. സോഫ്റ്റ് ആയിട്ട് കൊച്ചിനെ എങ്ങനെ അടിക്കണം ഞാൻ കാണല്ലേ ഇങ്ങനെ പറച്ച്. എങ്ങനെ ഇപ്പൊ കുറച്ചാൾ കഴിയുമ്പോ ഇങ്ങനെ പോ ആശുപത്രിയിലൊക്കെ അളിയന്മാരെ കാണും. ഇത് ആദ്യം നമ്മൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഇങ്ങനത്തെ ഷീറ്റ് ആയിരിക്കും. ബെഡായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നമ്മള് സിപ്പ് ഓപ്പൺ ചെയ്തിട്ട് പയ്യെ മതിയാ? സാധാരണ എത്ര മേടിച്ചിട്ടു? എന്നാ പിന്നെ 2 എണ്ണം വാങ്ങാം. ചെറുക്കനാണെങ്കിൽ നമുക്ക് ഇത് വാങ്ങാം. പിന്നെ ജനിച്ച കൊച്ചി ഇത് തന്നെ കളിക്കണം. പെങ്കൊച്ചാണെങ്കിൽ ബാർബി, അവിടെ ബാർബി ഉണ്ട്. എങ്കിൽ എനിക്കും കൂടെ കളിക്കായിരുന്നു പെങ്കൊച്ചാണെങ്കിൽ. ഓ, അതിന്റെ പേര് പറഞ്ഞ് എനിക്ക് കുറച്ച് വാങ്ങായിരുന്നു. കിച്ചൺ സെറ്റ്. എനിക്ക് കളിപ്പാട്ടോ കാണുമ്പോഴേ വാങ്ങിക്കാൻ തോന്നും. എനിക്ക് കൊച്ചിന് സാധനം കിട്ടില്ല. റിമോട്ട് കൺട്രോൾ കാറൊക്കെ എനിക്ക് ഇപ്പം കിട്ടിയത് ഞാൻ ഓട്ടിക്കാൻ തോന്നുന്നു. എനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞ. എനിക്ക് കുറെ റിമോട്ട് കൺട്രോൾ ഇതുപോലത്തെ തോക്കൊക്കെ വെച്ചിട്ടേ മറ്റേ ഒളിച്ചിരുന്ന് പണ്ടിങ്ങനെയൊക്കെ കളിക്കൂലേ. നമ്മളൊക്കെ എന്ത് ചൈൽഡിഷ് പരമായിട്ട് സംസാരിക്കണല്ലേ. അവിടെ ഒരാൾ പോയി സാധനം മേടിക്കുന്നു കൊച്ചിന് വേണ്ടിയിട്ട്. കണ്ട, എനിക്ക് കളിപ്പാട്ടോ കാണുമ്പോൾ പണ്ട് എനിക്ക് കൊച്ചിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കാണുമ്പോൾ നമുക്കൊരു വാങ്ങിക്കണം അങ്ങനെയൊക്കെ. ഞാൻ ഇപ്പോഴും വാങ്ങിക്കാറുണ്ട്. റിമോട്ട് കൺട്രോൾ കാർ എനിക്ക് മേടിക്കുന്നുണ്ട്. മറ്റേ കയ്യിൽ ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് സാധനം ഓടിക്കില്ല. പേരൊന്നും എനിക്ക് എന്റെ കുറെ ഉണ്ടായിരുന്നു റിമോട്ട് കൺട്രോൾ. പപ്പ ഉണ്ടെന്നത് കൺട്രോൾ കാർ ഉണ്ടായിരുന്നു, JCB ഉണ്ടായിരുന്നു. പിന്നെ ഏതായിരുന്നു? ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു, ഷിപ്പ് എല്ലാം. അത് വെള്ളത്തിൽ തീഞ്ഞത് ഇങ്ങനെ പോകും. പപ്പ കൊറേ ടോയ്സ് ഒക്കെ കൊണ്ടുവരായിരുന്നു. കൊച്ചിനെ അത് മേടിക്കുന്നത്. ഒരു സ്വാഡില്ലേ? ഓക്കെ. പിന്നെ ഇത് അയ്യോ, ഇത് കൊച്ചിന് വാങ്ങാനാ വന്നത്, അല്ലാതെ അച്ഛന് വാങ്ങാനുണ്ട്. അവിടെ വേ ഇനി കൊച്ചിന്, ഇനി ആൺകൊച്ചാണെങ്കിൽ കൊച്ചിന് വാങ്ങാൻ വരുമ്പോ ഇനി അച്ഛനെ പിടിച്ചോണ്ട് ഓടേണ്ടി വരും. അപ്പൊ പെങ്കൊച്ചാണെങ്കിലോ? ഞാനും കൊച്ചു മിത്താലി രാജാവിനെ ക്രിക്കറ്റ് പ്ലെയർ ആക്കി വാങ്ങാം. ഇത് ബെഡ്, കുഞ്ഞിനടക്കുള്ള ബെഡ്. ഇത് മതിയല്ലോ. ഇതെന്താ? ഇത് ബ്ലാങ്കറ്റ് ആണ്, പൊതിഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിട്ടാണ്. വീട്ടില് വേറെ ഒന്നും ഇല്ലല്ലോ, കാരണം സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കുമല്ലേ. അപ്പം നല്ല ഇങ്ങനത്തെ സാധനം വാങ്ങിയാലേ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഓക്കെ ഡോക്ടർ, ആ കളർ ഉള്ളാടി. ഇതുള്ള ഈ കളർ ബ്രൗൺ ഉള്ള കാപ്പിപ്പൊടി കളർ മതി. ഇതും കൂടെ എടുത്താ. ചിരിക്കില്ല. ബേബി മാറ്റ്. മേമയ്ക്കും കൂടി ഒരെണ്ണം എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം മേടിച്ചോ. പാവ, ഒരു പാവ എടുത്തോ. മേമയ്ക്ക് ഇനി പാവയുടെ ഒരു ഓർമ്മ. അയ്യോ, ഇനി എന്റെ അവിടെ ഇരിക്കുന്ന പാവയൊക്കെ ഇവളുടെ കൊച്ചൊന്ന് നശിപ്പിച്ചു കളി. 1.5 ദിവസം നിന്നതേ ഉള്ളൂ. എന്റെ റൂം അങ്ങനെ തിരിച്ചു വെച്ച് അലമാര തുറന്നു കിടക്കണ്. എനിക്ക് കൊച്ചിലെ കുറെ പാവകളുണ്ടായിരുന്നേ. ഇവള് ജനിച്ചതോടെ അതിന് കൈയില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുതിലേ കാണിക്കണതും പ്രായമായിട്ട് കാണിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് എന്റെ കൊച്ച് ആ പാവകള് മൊത്തം ചീത്താക്കും. ഞാൻ എടുത്ത് കൊടുക്കും ചീത്ത. ഈ പാവ കുടുംബത്തിലാണല്ലോ ഞാൻ വന്ന് പെട്ടത്. അത്യാവശ്യം വേണ്ടി വരുമല്ലോ. 2-3 അടുത്ത് ആവശ്യമുള്ളതാണ്. വീട്ടിലാണെങ്കിൽ ചേട്ടാ വാങ്ങിച്ചിട്ട് ഇപ്പോഴത്തേക്ക് രണ്ടെണ്ണം മതി. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ. അമ്മ എന്തൊക്കെ കുറെ മേടിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടു, ഞാൻ കണ്ടില്ല എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. അത് ക്ലോത്ത് ഡൈപ്പർ. പണ്ടൊക്കെ ഒന്നും ഇതൊന്നും ഇല്ലായിരുന്നു. പണ്ട് മറ്റെന്തോന്ന് അച്ഛന്റെ മുണ്ട് കട്ട് ചെയ്ത് ഇപ്പഴും നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളുണ്ടെങ്കിൽ മുണ്ട് എടുക്കാലോ. അമ്മ മുണ്ട് കഴിവൊക്കെ വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്ത് പോയി ഒരു കടയിടാം ഈ സാധനങ്ങൾ തന്നെ. ഇതെന്താ സംഭവം? ഇതാണ് ക്ലോത്ത് ഡൈപ്പറോ അല്ലേ? അതെ, ഇതിനകത്ത് ഇത് വെക്കല്ലേ. അപ്പൊ ഇതിന്റെ അകത്ത് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്ത് പിടിച്ചെടുക്കും. ഇത് അതിന്റെ അകത്ത് ഇങ്ങനെ വെക്കും. ഓക്കെ, എന്തൊക്കെ പരിപാടിയാ. അപ്പൊ ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാല്ലേ? ഓ, എന്തൊക്കെ വാഷ്.
അത്ര എക്സ്പ്രഷന്റെ ആവശ്യമില്ല. വാശിയും നമ്മളാണ്. ചെറിയ വാഷിംഗ് മെഷീൻ കിട്ടും കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കണ്ട്. അതാകുമ്പോഴേ യൂറിൻ പാസ് ചെയ്യണതൊക്കെ നമുക്ക് അപ്പൊ തന്നെ എടുത്ത് വാഷ് ചെയ്തെടുക്കാം. കാരണം എനിക്ക് ഈ തുണി നനയ്ക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്ത കാര്യം. എന്റെ തുണി എനിക്ക് നനയ്ക്കാൻ വയ്യ. അല്ലെങ്കിൽ നമുക്ക് അച്ഛന് കൊടുക്കാം, ബാക്ക് ടു ബി നനയ്ക്കും കൊച്ചിന്റെ തുണി. ഇത് നല്ല രസമുണ്ട്. ക്യൂട്ട് സാധനം. നാട്ടിടെ എത്തി. കൊച്ചിന് വാങ്ങുമ്പോ കൊച്ചിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാല്ലേ. കൊച്ചിന്റെ അമ്മയ്ക്ക് ഇനി എത്തില്ല. നിനക്ക് ഇത് കഴിഞ്ഞൊരു കുടുംബശ്രീ മാർവൽ. എനിക്കിതൊക്കെ ഇഷ്ടം, ഇങ്ങനത്തെ സാധനങ്ങൾ. ഇത് നമ്മള് ഡാഡിനല്ല വന്നത്, കൊച്ചിനാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. അയൺമാൻ. ക്രിസ്മസ് നോക്ക്. മേഘ നീ അമ്മയാണെന്നുള്ളത് മറന്നു. അവള് കണ്ടോ അവിടെ? ശരിയാണ്, ഞാൻ ഞാനാണ് കൊച്ചിനെ നോക്കാൻ പോണത്. ഞാൻ കൊച്ചിനെ ഇട്ടിട്ട് ഞാൻ പോവില്ല. പിന്നെ ഞാൻ മറന്നു. അടുത്ത ദിവസമായിരിക്കും അയ്യോ എനിക്ക് കൊച്ചുണ്ടല്ലോ എന്ന് ആലോചിക്കണം അല്ലേ. നമ്മൾ അതിനകത്ത് അഡാപ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കൂലേ. നമ്മൾ മറന്നുപോലേ. മറക്കും ചില സമയം നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ പ്രഗ്നന്റിന്റെ കാര്യം മറന്നു. അപ്പൊ അതുപോലെ ഞാൻ കൊച്ചുള്ള കാര്യം മറന്നു പോയാലോ. അപ്പൊ പെട്ടെന്ന് കീറി കളയാ. കേറ്റി ഇടാൻ പാടല്ലേ, പാന്റ് വരും. രണ്ട് സാധനമാണ്. ഇതാണ് കുറച്ച് ഈസി എന്നാണ് പറയുന്നത്. ഇതൊന്ന് പോലെ കാരണം പാമ്പേഴ്സ് ഒന്ന് പ്രീതേണ്ടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഉണ്ട്. അപ്പൊ നമ്മള് ബോഡി ലോഷനും മോയ്സ്ചറൈസറും മതി. ഇപ്പൊ ഷാമ്പൊന്നും ഇപ്പൊ വേണ്ട. സോപ്പ് ഉപയോഗിക്കാൻ സോപ്പ് വേണ്ടേ? സോപ്പില്ല, അതിന് പകരം ഇത് വരുന്നുണ്ട്. ഇവർ സോപ്പിന്റെ വരുന്നുണ്ടോ? നമ്മള് യൂസ് ചെയ്യുന്ന PS 25 രൂപ, കൊച്ചു പിള്ളേർക്ക് യൂസ് ചെയ്യുന്ന 238 രൂപ. കൊച്ചത് കാണുമ്പോ ഇത്ര എക്സ്പെൻസീവ് ആണ്. നിന്നെ കുളിപ്പിച്ച് കടത്തണം. കാര്യം ചെയ്തെങ്കിൽ ഇതൊക്കെ മേടിച്ച് കുളിപ്പിച്ച് വലുതാക്കുന്നയാ. ഇത് മതി ചേച്ചി. അമ്മേനൊന്നും പറയല്ലേ. അതെ, പൈസ കൊടുക്കുമ്പോ മുടക്കുന്നു. ഉണ്ണിക്കൈകൾ വളരെ വളരെ ചെറുതാ. മേഘയുടെ കണ്ണുകളിലെ സന്തോഷം കൊണ്ട് അവക്ക് തേച്ച് കുടിക്കും. അത് പറയാൻ പറ്റൂല. ഇവളടുത്ത് തേക്കും. എനിക്കും തേക്കാം, അമ്മയ്ക്കും തേക്കാലോ. കൊച്ചെന്ന് പറഞ്ഞ ഒരു ബോണ്ടാണ്. തന്നെ. ഇത് കുളിപ്പിക്കുന്ന മാറ്റാണ്. സത്യം നമുക്കിത് ആവശ്യമില്ല. കാരണം അപ്പച്ചൻ പാളയിൽ കുളിപ്പിക്കുന്നു പറഞ്ഞ് പാള എടുക്കാൻ പോയേക്ക്. ഈ രാത്രിയിലല്ല, പോവും. അങ്ങനെ പോവും. ചുമ്മാ പണ്ട് കുഞ്ഞുങ്ങളെ പാലേ പാലല്ലേ കുളിപ്പിക്കും. എന്നെ ഏതിലാണ് അത് കുളിപ്പിച്ചത് എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇതേ തന്നെ വാങ്ങണം. നിന്നെ വാഴയില്ലല്ലോ. വാഴയുടെ കയറി പോലെ. ഇതെന്താ സംഭവം? ബ്രസ്റ്റ് പമ്പ്. ഇതില് പാല് നമ്മൾ പമ്പ് ചെയ്തതിന്റെ അകത്ത് ശേഖരിച്ച് വെച്ചിട്ട് കൊച്ചിന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വായിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കുമ്പോ ഇങ്ങനെ കുടിക്കും. എന്തൊക്കെ ഐറ്റംസ് എക്സ്പീരിയൻസ് മേടിച്ചോ. നിനക്കറിയാമോ മേഘ, നീ ഇത് മറ്റേ എണ്ണ ഒഴിച്ച് തീ എത്തിക്കണ. ഇടിഞ്ഞില്ല സ്റ്റീൽ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങറിപ്പ് വേണോടി. അത് അശയിലിടാൻ അതാണെങ്കിൽ സ്ഥലം എത്ര നമുക്കിപ്പോ ഉണക്കി ഇതാണ് സ്റ്റെറിലൈസർ. ആ സാധനം ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കുറെ യൂസ് ചെയ്യുമ്പോ ഇതാവും പറയണം. എന്തോ ഉണക്കത്തെ ഉണ്ടല്ലോ, അത് നമ്മള് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോ അതിന്റെ ആ ഒരു മറ്റേ ചുരുങ്ങും അത്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇത് സ്റ്റെറിലൈസ് ആണ്. ബോയിൽ ചെയ്യണം. അതല്ല മറ്റേത് ബോയിലല്ലേ ചെയ്യണം. ബോട്ടിലും എല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്നു. എന്തൊക്കെയല്ലേ മേഘ? ഞാൻ വിചാരിച്ചു കലത്തില് വെള്ളം ചൂടാക്കി അതിനകത്ത് കുപ്പിയിട്ട് വെച്ചാൽ സ്റ്റെറിലൈസ് ആകും. അതൊക്കെ പണ്ട്, അതൊക്കെ നമ്മുടെ കാലത്തടി. അത് വേണം. പിള്ളേരുടെ ഒരു ഭാഗ്യമേ അല്ലേ. എന്നിട്ട് ഇത് നമുക്ക് നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലൊക്കെ ഞാൻ തരുന്നതായിരിക്കും. ഇത് യൂസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റെറിലൈസർ വാങ്ങി അത്യാവശ്യം വലിയതായിട്ടും യൂസ് ചെയ്യാം കൊച്ചിനല്ലേ. അത് നമുക്ക് എന്തെങ്കിലും ഇതിലാണ് പണ്ട് മറ്റേ പട്ടിക്കുട്ടീനെയൊക്കെ മറ്റേ പാക്ക് ചെയ്ത് ഇടുക. നമുക്ക് ഉണ്ടായിരുന്നു ഇതേപോലത്തത്. ഓക്കെ, അമ്മയോട് ചോദിക്കുക. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് അമ്മയാവുന്നത്. എനിക്ക് അറിഞ്ഞൂളൂ. ഞാൻ പിന്നെ ഇതിനും അച്ഛനായിട്ടുണ്ടല്ലോ. കൊണ്ടുപോകുമ്പോ ക്യാരി ചെയ്യണ ബാഗ് ഇത് സത്യം പറഞ്ഞാൽ ഇവക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ആരാണോ ഇത് ഉപയോഗിക്കണം അവർ ഇട്ട് നോക്കണം. അതായത് ഞാൻ ഇട്ട് നോക്കണം. എനിക്ക് കംഫർട്ടാണ്. നീ നോക്ക്. ഇവള് ഇത് സ്കാനിങ്ങിന് വരുമ്പോഴേ ഒരു വലിയ ബാഗും കൊണ്ടുവരുവേ. എന്നിട്ട് അത് എടുക്കണം. ഞാൻ അതിന്റെ അകത്തുള്ള സാധനം വേറെ പിടിക്കണം. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ അനിയത്തി? ഇതൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തില്ലെങ്കിലാണ് നീ ഇതുകൊണ്ട് സ്കൂളിലെങ്കിലും പോണത്, കോളേജിലെങ്കിലും. എനിക്കല്ല, നിങ്ങളുടെ ഭാര്യ അടുത്ത് പറ. ഇത് അത് യൂസ് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ പാലക്കാട് പോകുമ്പോഴത്തേനും കൊച്ചിനെ കൊണ്ടുപോവോ? പിന്നെ നീ അവിടെ ഇങ്ങനെ പഠിക്കാൻ കൊണ്ടുപോകണം. ബുക്കെങ്കിലും അത് കൊള്ളാടി മേഘ. നൈസ്. ഒരുപാട് സാധനങ്ങൾ വെച്ചാൽ മതി എന്നുള്ളതാണ്. എനിക്ക് തലയാട്ടെന്നൊക്കെ ഞാൻ നോക്കിക്കോ.
ഞാൻ കൊച്ചിച്ചിരി ആയിട്ട് കൊച്ചിനെ കൂടെ ട്രിപ്പും എനിക്ക് സാധനങ്ങളും പാക്ക് ചെയ്ത് വെക്കണം. ഗൈസ് നമുക്ക് പെൺകുട്ടിയായിരിക്കോ ആൺകുട്ടിയായിരിക്കോ? രണ്ടും വാങ്ങിയാലോ? എന്റെ ഗസ് ഇപ്പൊ തന്നെ പറയട്ടാ, എന്റെ ഗസ് ആൺകുട്ടിയാണെന്നാണെങ്കിൽ നമുക്ക് ചെറുക്കനെ പൊളിയാക്കി എടുക്കാം, ചെറുക്കനെ വഷളാക്കാം. സോ ഗൈസ് അപ്പോൾ നിങ്ങളും നിങ്ങളുടേത് പ്രെഡിക്റ്റ് ചെയ്ത് നമ്മളെ കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടുക. ഓക്കെ, മേമ ഏതാ പറയുന്നത്? ഗേൾ. മേഘ ഏതാ? മേഘയുടെ പ്രഡിക്ഷൻ പറ. എന്റെ പ്രൊഡക്ഷൻ ഗേൾ. എന്റെ ആഗ്രഹവും ഗേൾ ആണ്, പ്രഡിക്ഷൻ ഗേൾ ആണ്. പക്ഷെ നമുക്ക് ബോയ് ആണ് ഇഷ്ടം ഗൈസ്. നമുക്കല്ല, നീ നിന്റെ കാര്യം പറഞ്ഞത്. നിന്റെ കാര്യം പറഞ്ഞപ്പോ പെണ്ണായാലും ആണായാലും ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കും. കളക്ഷൻസ് നോക്കി കുഞ്ഞിന് വാങ്ങിച്ചതിന് ശേഷം അടുത്തിനി അമ്മയ്ക്ക് വേണ്ടി. ഇപ്പോഴാണ് മേഘയ്ക്ക് സന്തോഷമായി അമ്മയ്ക്ക് എന്ന് പറഞ്ഞപ്പോ. പിന്നെ വലിയത് സൂപ്പർ ആണല്ലോ വാങ്ങുന്നത്. നല്ല രസമുണ്ട്. വിജയ സൈഡ് വെച്ചിട്ട് അനിയാണ് കെട്ടണതാണോ? ആഫ്റ്റർ ഡെലിവറി വയറ്റിൽ കെട്ടുന്ന വയറ് അകത്തോട്ടൊക്കെ അത് പ്രസവിച്ച് കഴിഞ്ഞവർക്കുള്ളതാണ്. ഡിസ്ട്രോയിഡ് ഇൻ മിനിറ്റ്സ്. അമ്മക്ക് കുറച്ച് സാധനമേ ഉള്ളൂ. എന്തിരുന്നാലും ഇഷ്ടപ്പെട്ടു. ബെൽറ്റ്, പിന്നെ എന്താ ഫീഡിംഗ് ബ്ര, ഇതൊക്കെ ഞാൻ സന്തോഷിക്കുകയും പിന്നെ പാഡ്. അമ്മ എപ്പോഴും സിമ്പിളാണ്. ഇപ്പൊ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന മേഘയുടെ വീട്ടിലാണ്. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു 3-4 ദിവസം കൂടി കഴിയുമ്പോൾ മേഘ അവളുടെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് 7-ാം മാസം അവളുടെ വീട്ടിലോട്ട് വരുന്ന പരിപാടി ഇല്ല. അപ്പോൾ ഒരു ഇപ്പം 9 മാസമൊക്കെ ആയതുകൊണ്ട് ഇനി അവൾക്ക് അവളുടെ വീട്ടില് വരണം. അത് പറ്റും. അപ്പൊ നമ്മളെ രണ്ടുപേരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രി അമ്മ വരും, നമ്മളിങ്ങനെ കറങ്ങാൻ പോകും, ഫുഡ് അടിക്കാൻ പോകും, എന്നിട്ട് നിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കും. പണ്ടത്തെ ഓർമ്മ മതിലിങ്ങനെ ചാടി വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. മഴ 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 എല്ലാം എടുത്തോ. ഗുഡ് ജോബ്സ്. മാമൻ എടുത്തിട്ടുണ്ട്. മാമൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ. വരൂ, മേന്മയുടെ വീട്ടിലോട്ട് നമ്മൾ അതിന്റെ മേന്മയുടെ വീടിന്റെ കളർ കണ്ടോ? ഇത് നമുക്ക് എവിടെ നിന്നാലും അറിയാൻ പറ്റും. നാസയിൽ നിന്നവരാണ്. കവർ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടി പൊത്താ. ഇല്ല പൊക്കടാ പൊക്കടാ പൊക്ക് പൊത്തിരിക്കുകയാണ് ഗൈസ്. കറിയോ ക്വാളിറ്റി ഇല്ലാത്ത കവർ ഗൈസ്. എന്താ ക്യൂട്ട് മമ്മി, ക്യൂട്ട് മമ്മിയുടെ ക്യൂട്ട് സൗണ്ട്. കൊച്ചിന് ആവശ്യമായിട്ടുള്ള A to Z സാധനങ്ങൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞു. കൊച്ചിനും അമ്മയ്ക്കുള്ളതും മേടിച്ചു. അമ്മായി അമ്മ അമ്മ അല്ല, ഇവിടെ സീരിയലൊക്കെയാണ് കേട്ടോ. പാൽക്കുപ്പി കഴിയുന്ന സാധനം. അത് മറ്റേ മൂക്കിൽ ആവി പിടിക്കണതിന് എന്തിനാ? അത് കണക്ക് എന്തരല്ലേ പറയണേ? എനിക്കറിയൂടാ. നെബുലൈസർ ഏകദേശം ഒക്കെ അതുപോലെ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് കൊച്ചിന്റെ കുപ്പിപ്പാലൊക്കെ. പിന്നെ നിന്റെ കുപ്പിപ്പാല, കൊച്ചിന്റെ കുപ്പിപ്പാല. അമ്മയുടെ ഫോട്ടോ ഉണ്ടോ? വാവ്. അമ്മയ്ക്ക് ഇങ്ങനെ ടച്ച് കോള് ഒരുപാട് അങ്ങനെ യൂസ് ചെയ്തില്ല. റേഡിയേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഡോക്ടർ കീപാഡ് യൂസ് ചെയ്താൽ മതി. അപ്പം വാട്സപ്പ് ഒക്കെ നോക്കാൻ രാത്രി മാത്രം അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ടച്ച്, അല്ലാതെ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി ഇത് കീപാഡ്. ഓക്കെ, സീരിയൽ അമ്മച്ചി, സീരിയല് എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? എന്നിട്ട് കുഴപ്പമില്ല. സീരിയലാണോ? കൊള്ളാം. എടാ ഇത് കറക്റ്റ് നിന്റെ അച്ചായി. അല്ല വേഗ നോക്കിയത് വേഗ കൊച്ചിലത്തെ ഫോട്ടോ. അയ്യോ ദയാണ് ക്യൂട്ട്. അല്ല മേഘയുടെ ഇത് സ്കൂൾ ടൈം ആണ് കേട്ടോ. ഇത് സ്കൂൾ ടൈം. ഇത് എത്ര പഠിക്കുമ്പോഴേ മേഘ ഈ ഫോട്ടോ? നിങ്ങൾ ഇയാളെ കണ്ടോ? ഈ പുള്ളിയെ കണ്ടോ? ഇത് കണ്ടോ? ഈ ആളായിരിക്കുന്നേ. അപ്പച്ചൻ കണ്ടോ? നോക്കിയേ. വാ, അപ്പച്ചന്റെ കണ്ടാ ആയ കാലത്ത് കണ്ട മീശയെ കണ്ട. ഇത് മേഘയുടെ നൂലുകെട്ടിന്റെ ഫോട്ടോ. ഓ മേഘേഷ് ഇപ്പോഴേ അതെ ഇതേ നോട്ടമുണ്ട് ഇപ്പോഴും. ഇവളുടെ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാലത്ത് ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഉണ്ടോ നമുക്ക് തോന്നിപ്പോ. കുക്കൂസ് മാരേജ് ഫണ്ട് GPay അക്സെപ്റ്റ്. കുടുക്കയിൽ ഇപ്പോഴേ കല്യാണത്തിന് ഉള്ള പൈസ സമ്പാദിക്കുകയാണ്. ജോലി വാങ്ങണമെന്നില്ല, കല്യാണത്തിനുള്ള ഫണ്ട് ഉണ്ടാക്കണം. പൊട്ടിച്ചിരിക്കുന്നു ഫണ്ട്. എത്ര ഉണ്ടായിരുന്നു കല്യാണത്തിന്റെ ഫണ്ട്? 2500. എത്ര പാവം വാങ്ങായിരുന്നു. ഇത് എന്തിനാ നശിപ്പിച്ച? ഇപ്പോഴേ പൊട്ടിച്ചെന്തിനാ? 2000 രൂപ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ നാട്ടില് നമുക്ക് 100 രൂപ മതി കല്യാണം കഴിക്കാൻ. അല്ല, അതുകൊണ്ട് സന്ദീപായിട്ട് എനിക്ക് സ്പോൺസർ ചെയ്യും. 2 പവന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 2500 ചേട്ടൻ പറഞ്ഞ് സ്വർണം വെച്ച് നമുക്ക് എന്തൊക്കെ വാങ്ങാം, പലതും വാങ്ങാന്ന് പറഞ്ഞു. ഞാൻ GPay എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് കാണാൻ പറ്റും. നമ്മള് ഫുഡ് കഴിച്ചിറങ്ങിട്ട് മറ്റേ പാവങ്ങൾക്ക് പൈസ കൊടുക്കുക എന്നുള്ള ഒരിതുണ്ടല്ലോ. ചില്ലറ വല്ല ഉണ്ടോ? ഇതിലിടാ ചില്ലറടാ. ഇല്ലാത്ത പക്ഷം എന്റെ ഫണ്ടാണ്.
ചേട്ടന് 2 രൂപ കിട്ടി. 5 രൂപ കൂടി. ചേട്ടാ ഗൂഗിൾ പേ അയച്ചാ ഇത് പൊട്ടിച്ചേ ഉള്ളൂ. ഗൈസ് നിങ്ങളും ഇതില് പങ്കുചേരുക. പാവപ്പെട്ട പെൺകുട്ടി നമുക്ക് കെട്ടിച്ചുവിടാം. കുക്കൂസ് മാരേജ് ഫണ്ട് ഏതെങ്കിലുമൊക്കെ കടയില് ഹോട്ടലുകളിൽ ഇത് വേണമെന്ന് വെച്ചാൽ വെക്കുന്നതായിരിക്കും. ഇതാണ് മേഘയുടെ വീട് കേട്ടോ. ഇത് ഈ വീടിന്റെ പ്രത്യേകത ഇതിന്റെ അകത്തും പുറത്തും ഇതേ കളറാണ്. മാറ്റണം. ഗൈസ് നിങ്ങൾ കാണുന്ന ഈ റൂം ഇവളൊരു 1.5 ദിവസം വന്ന് ഇങ്ങനെ ഒന്ന് വയ്യാഞ്ഞിട്ട് വീട്ടില് വന്നതാണ്. വയ്യാതെ വന്നിട്ട് ഇതാണ് അവസ്ഥ കേട്ടോ. ഇതില് ടേബിൾ ഏതാണ്, മേശ ഏതാണ്, രണ്ടൊന്നാണല്ലേ. എന്തായാലും അത് ഏതൊക്കെയാണെന്ന് വേർതിരിച്ചറിയാം. അത്രയ്ക്ക് കൂറായിരിക്കും. അതാണ്ട് ഇതൊക്കെ തുറന്നാണിട്ടാണ് കണ്ട. കുഴപ്പമില്ല. ഒരു 3-4 ദിവസം കൂടി കഴിയുമ്പോ മേഘ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ഇത് പിന്നെ ഇങ്ങനെ തന്നെ. ഇത് പേരെന്ന് പറയുമ്പോ ശർക്കര ഇങ്ങനെയുണ്ട് കണ്ടാ കൊള്ളാല്ലേ. ചമ്മോ, കൊരങ്ങനാണോ കരടിയാണോ? ചൈൽഡിഷ് ഫാമിലിയാണ് എല്ലാരും അല്ലേ. നമ്മളങ്ങനെയാ ഗൈസ്. ഈ ചാക്കിനകത്ത് ഫുള്ള് പാവയാണ് കേട്ടോ. ഇതിനകത്ത് ഫുള്ള് പാവയാണ്. വന്നിട്ട് ഇതൊക്കെ ചീത്താക്കാൻ വേണ്ടിട്ടാ ചാക്കിൽ കിട്ടിച്ചേക്കണേ. ഇവിടെ ഇങ്ങോട്ട് അല്ലാതെ വരുന്ന പിള്ളേർക്ക് അറിഞ്ഞൂടല്ലോ എന്താണ് പാവയാണ് എവിടെയാണെന്ന് അറിഞ്ഞൂടെ. പക്ഷെ എനിക്കറിയാം. അതുകൊണ്ട് ഇതെല്ലാം എടുത്തു കൊടുക്കും കൊച്ചുങ്ങൾക്ക്. മക്കളെ കളിച്ചിട്ടല്ലേ ഇവിടെ വെച്ചിട്ടേ പോവാവൂ കേട്ടോ. മേമയുടെ പാവകൾ ഒന്നും നശിപ്പിക്കരുത്. നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് വരാൻ പാടില്ല. പോയിട്ട് വരാം. എപ്പോ വരും? ഭയങ്കര കെയറിംഗ് ആണ്. ഒരു 3-4 ദിവസത്തിനകം വരും. കുഞ്ഞു മാമ വണ്ടി തിരിഞ്ഞു. അമ്മനെ കാറൊക്കെ മതി. ഇനിയിപ്പം ഇതുണ്ട്. എന്തൊക്കെയാ ഈ മേമയുടെ കാര്യം? പനി പുള്ളി കരഞ്ഞത് കണ്ടോ? ഈ പനി അടിച്ച് വലിയ കണ്ണിന് വെള്ളം വരണം. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ബേബി പ്രോഡക്ട്സും മമ്മി പ്രോഡക്ട്സ് ഒക്കെ മേടിച്ച് നമ്മള് വീടെത്തി. സത്യം പറഞ്ഞ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്ക് ഇത്രയും സാധനങ്ങൾ വേണമെന്നൊക്കെ ഫസ്റ്റ് ടൈമാണ് അറിയാന്നുള്ളത്. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് ബേബി പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് സാധനങ്ങൾ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു എമൗണ്ട് ആയി കൊച്ചിന്. അപ്പൊ ഇപ്പോഴേ ഇതിങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആകുമ്പോ എത്ര രൂപയാവുന്നു അല്ലേ ചെലവുകളെ. പണ്ട് നമുക്കൊക്കെ കയ്യിലിരുന്ന തുണിയൊക്കെയാണ്. ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിന്റേതായിട്ടുള്ള കുറെ സാധനങ്ങൾ, എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് സാധനങ്ങളല്ലേ. മമ്മി പ്രോഡക്ട്സ് വലിയ പൈസ ആയില്ല, പക്ഷെ ബേബി പ്രോഡക്ട്സ് നല്ല പൈസ കേട്ടോ. ഇത്രയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. പിള്ളേർക്ക് ഇത്രയൊക്കെ ആവോ എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത. പിള്ളേര് ആവാൻ പോകുന്നവരൊക്കെ കരുതിയിരിക്കുക. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ചെലവുണ്ട്. അത് ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കണല്ല, അതൊക്കെ അതിന്റെ പ്രോസസ് നടക്കും. ഗൈസ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യണം കേട്ടോ, നമുക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത്. കുറെ ബേബി ഗേൾ ഡ്രസ്സും ബോയുടെ ഡ്രസ്സും നമ്മൾ മേടിച്ചു എല്ലാം. പക്ഷെ മറ്റേ യൂണിസെക്സ് പോലത്തെയാണ് കൊച്ചു. നമ്മള് വാങ്ങിയതൊക്കെ 2 പേർക്ക് വിടാം. പിന്നെ പ്രശ്നമില്ലേ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ബൈ ഗൈസ്, ലവ് യു ഓൾ.